ഗൈസ് നിങ്ങൾ ഈ ബ്ലൂ ടോപ്പ് കണ്ടോ? നല്ല കിഡിലൻ ക്വാളിറ്റിയിൽ നല്ല എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് വെറും 300 ഉറുപ്പ്യക്കാണ് ഗൈസ് എനിക്ക് ഈ ഒരു ബ്ലാക്ക് ടോപ്പ് കിട്ടിയത്. ഇത് കണ്ടോ, ഇത് വെറും 172 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പിന്നെ അതാ വേറെ കിഡിലനായിട്ടുള്ള ടോപ്പ് വാങ്ങിയിട്ടോ, നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി സാധനം ഗൈസ്. അപ്പം ഞാൻ ഈ 4 ടോപ്പും ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. വെറും 1100 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. വെറും 1100 രൂപയ്ക്ക് നമുക്ക് നല്ല നല്ല കിട്ടിലനായിട്ടുള്ള 4 ടോപ്പ്, അതും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളതും, അതുമാത്രമല്ല നല്ല കിട്ടിലൻ ക്വാളിറ്റിയിലുള്ള ഡെയിലി വെയർസ്. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് ഹോളാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മളൊരു 4 കുപ്പായം വാങ്ങിയത്. അപ്പോൾ അത് ഞാനൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്താണ് മേടിച്ചത് എന്നുള്ള കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെ മെയിൻ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ മിഷൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോസ്റ്റ് അഫോർഡബിൾ ആയതും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഭംഗിയുള്ള സാധനം വാങ്ങുക എന്നുള്ളതാണ്. സോ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ പറഞ്ഞ 4 കുപ്പായങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ബേസിക്കലി ഇന്നത്തെ വീഡിയോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇന്നും വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ കയ്യിൽ 4 പാക്കറ്റുകളുണ്ട്. ഈ 4ഉം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 4ഉം നമ്മൾ കിട്ടിലനായിട്ടുള്ള കുപ്പായങ്ങളാണ്. ഒന്നും പറയാനില്ല, മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയേണ്ട ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഞാനിതാ ഓരോന്നും നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം മുടിയൊക്കെ ഒന്ന് കിട്ടും, നല്ല ചൂടെടുത്തിട്ട് നിൽക്കാനാവണില്ല. എങ്ങനെയുണ്ട് നിങ്ങളെ നാട്ടിലത്തെ ചൂടൊക്കെ, എന്താ അവസ്ഥ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പെട്ടിയാണ് പൊട്ടിക്കാൻ പോണത്. അതായത് ഇത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതും, അതായത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള സ്ട്രൈറ്റ് കുർത്തിയാണ്. അപ്പോൾ നമുക്കതാ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല കിഡിലനായിട്ടുള്ള ക്ലോത്താണ്, കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ വരുന്നത്. നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറും 172 രൂപ ഇതിനുള്ളൂ ഗൈസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിങ്ങനെ വിചാരിക്കും, ഈ 172 രൂപയ്ക്കൊക്കെ ഇവർക്ക് വിൽക്കുമ്പോൾ എന്താണ് ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവണത് എന്നുള്ളത്. ഒന്നും പറയാനില്ല, നല്ല കിഡിലനാണ്. അപ്പോൾ എനിക്ക് ഈ ടോപ്പ് നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണെങ്കിലും ഒരു ഇച്ചിരി എവിടെയോ ഒരു ലൂസ് ഉണ്ട്, ബോഡി ഇച്ചിരി ഒരു ലൂസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആൾട്ടർ ചെയ്യാനുണ്ട്. ആ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല കിഡിലനാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ഓവറോൾ കളറും കാര്യങ്ങളും ഒക്കെ തന്നെ. പിന്നെ റേറ്റിൻ്റെ കാര്യം പറഞ്ഞത് വെറും 172 രൂപ. ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ നമ്മൾ മിനിമം 200-250 രൂപ കൊടുക്കണം. 172 രൂപയ്ക്ക് ഒരു ഡെയിലി വെയർ കുർത്ത എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു അഫോർഡബിൾ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മാച്ച് ആയിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്തിട്ട് ഒന്ന് ചുമ്മാ നോക്കുക, അതന്നെ പരിപാടി. അപ്പോൾ അടുത്ത ടോപ്പും ഒരു ഒരു മൾട്ടി കളറായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതേമാതിരി തന്നെ നമ്മളൊരു ഡെയിലി വെയേഴ്സോ അല്ലെങ്കിൽ ഓഫീസ് വെയേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ടൈപ്പായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ കേസ് പറയാനാണെങ്കിൽ, ഞാനിപ്പോൾ ഇട്ട ഈ ബ്രൗൺ ഒരു കോട്ടൺ മിക്സ് ആണെങ്കിൽ, ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഒരു പ്യുർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത് ഇടാനായിട്ടും അത്യാവശ്യം നല്ല സുഖമുണ്ട്. അപ്പം ഇതാണ് ആ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൈസ വന്നിട്ട് 312 രൂപയാണ് ഗൈസ്. 312 രൂപയാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇയറിങ്സ് ഒക്കെ ചുമ്മാ ഒന്ന് മാറ്റി കൊടുത്തു, ജസ്റ്റ് ഒന്ന് ഒന്ന് ചുമ്മാ ഇയറിങ്സ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ഇട്ട് നോക്കി, എത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കിഡിലനായിട്ടുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഇത് ഫുൾ ടോപ്പല്ല, അതായത് കുർത്ത കംപ്ലീറ്റ് വലിയ കുർത്തിയല്ല, ഇതൊരു മിനി കുർത്ത. അതായത് നമുക്ക് ചെറുതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പല്ല കേട്ടോ. അതായത് ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ അത്രയ്ക്ക് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ. നമുക്ക് ജീൻസിലേക്കൊക്കെ തന്നെ പെയർ ചെയ്യാൻ പറ്റിയ നല്ല കിഡിലനായിട്ടുള്ള ഒരു കുർത്തിയാണ്. സോ ഡെയിലി വെയേഴ്സ് ആയിട്ട്, ഓഫീസ് വെയേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ കോളേജ് വെയേഴ്സ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ഓഫ് ടോപ്പാണ് കേട്ടോ. പിന്നെ എന്താ പറയുള്ളത്, നല്ല കളറാണ്. ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ടോപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. അതായത് ഈ കുർത്ത സെറ്റിൽ ഈ 2 കുർത്ത മേടിച്ചതിലും എനിക്ക് ഈ ഒരു ടോപ്പാണ് കുറച്ചുകൂടി അധികം ഇഷ്ടപ്പെട്ടത്. ഇതിലും ഈ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് കുറച്ച് ആൾട്ടർ ചെയ്യാനുണ്ട്. കുറച്ച് സൈസ് ഈ ടോപ്പിന് ഇച്ചിരി കൂടുതലാണ്. സോ അതൊന്ന് സൈഡൊന്ന് അടിക്കണം. പിന്നെ നെക്സ്റ്റ് ടോപ്പ്, ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ജീൻസ് വെയർ ആയിട്ട് പറയാം. ഇതൊരു കുർത്ത ടൈപ്പ് സാധനമല്ല, അതായത് ഒരു ബ്ലൂ മിനി ടോപ്പ് എന്ന് നമുക്ക് പറയാം. ഇത് നേരത്തെ ഞാൻ കാണിച്ച കുർത്തയുടെ അത്ര ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് പറയാനാണെങ്കിൽ അതായത് ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പ്. ഓക്കെ, ഇതും മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ്.
നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ നെക്കും പിന്നെ കാര്യങ്ങളൊക്കെ നല്ല ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ കൈയിൻ്റെ ഒരു എന്താ പറയുക സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അത് വളരെ നൈസായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ മുന്നിൽ തന്നെയായിട്ട് ഇങ്ങനെ 2 ബട്ടൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിട്ടിലനായിട്ടുള്ളൊരു ടോപ്പ്. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യം പറയേണ്ട, കിട്ടിലനാണ് ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 324 രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. അതായത് ഒന്ന് റൗണ്ടാക്കി പറയാനാണെങ്കിൽ 320 രൂപ. ഓക്കെ, അപ്പോൾ ഇതും എനിക്ക് ഇച്ചിരി ലൂസാണ്. അപ്പോൾ ഇതൊക്കെ അൾട്ടർ ചെയ്യാനുണ്ട്. ഞാൻ മീഡിയം സൈസാണ് ഈ ടോപ്പ് എടുത്തിട്ടുള്ളത്, പക്ഷെ എന്നാലും എനിക്ക് ഇച്ചിരി ലൂസാണ്. അത് ഡിപ്പെൻസ് ആണല്ലോ. ഇപ്പോൾ ചില ടോപ്പിൻ്റെ മീഡിയം സൈസ് ഒക്കെ ആയിരിക്കും, പക്ഷേ ചില ടോപ്പിൻ്റെ മീഡിയം സൈസ് ഭയങ്കരമായിട്ട് ഇച്ചിരി വലുപ്പം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട്. ഇതാണ് എൻ്റെ 3ാമത്തെ ഞാൻ മേടിച്ച ടോപ്പ്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയാണ് സംഭവം. ഓവറോളായിട്ട് പറയാനാണെങ്കിൽ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല കിട്ടിലനായിട്ടുള്ളൊരു സാധനമാണ്. ഇനി നമുക്ക് നമ്മൾ അവസാനത്തെ പെട്ടി പൊട്ടിക്കാം. അതായത് നമ്മളുടെ ഒരു ബ്ലാക്ക് ടോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ജീൻസിന് വേണ്ടി പെയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് കുർത്തിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊരു എന്താ പറയുക നൈസായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ടീഷർട്ട് മാതിരി എന്ന് പറയാം. ടീഷർട്ടല്ല, എന്നാലും സ്റ്റിൽ നല്ലൊരു കിടിലനായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ അതിൻ്റെ ഈ കൈയും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയാണ്. നല്ല എന്താ പറയുക ജീൻസിലേക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പം ഇതിനൊന്നുമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ജഗ്ഗിൻസായിട്ട് പെയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിപ്പം കാർഗോസ് പാൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് വളരെ നൈസായിരിക്കും. നല്ല കിടിലൻ നല്ല കളർ ക്യാൻവാസൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ. സോ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ടോപ്പിന് 300 രൂപയാണ് നമുക്കായിട്ടുള്ളത്. മുന്നിൽ തന്നെ 3 ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ല കിടിലനാണ്. അപ്പം ഞാൻ ഇപ്പോൾ ടേക്കുന്നത് ബ്ലാക്ക് ജീനാണ്. അപ്പം ഈ ബ്ലാക്ക് ജീൻ അല്ലാണ്ട് നല്ല വേറെ എന്തെങ്കിലും ഷെയ്ഡുള്ള ജീൻസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ടോപ്പാണ് കേട്ടോ. എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പറയുന്ന 4 ടോപ്പും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതായത് ഈ ഒരു ടോപ്പിനൊക്കെ 300 രൂപയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കേസ് എനിക്കൊരു ചെറിയ പ്രശ്നമായി തോന്നിയത് ഇതിൻ്റെ ഷോൾഡർ കണ്ടോ, ഷോൾഡർ കുറേ ഇങ്ങനെ താന്നിട്ടാണ്. ഇത് ശരിക്കും അപ്പുറത്തേക്ക് കയറി നിൽക്കണ്ടേ. അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചു ഇതെന്താണിത് ഇങ്ങനെയെന്നുള്ളത്. പക്ഷേ എനിക്ക് വേറെ പ്രശ്നമൊന്നും ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇത് കാണുമ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും അറിയുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ആൾട്ടർ ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല സെറ്റായിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പ് എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടില്ലേ ഈ 4 ടോപ്പും നമ്മൾ ഫ്ലിപ്കാർട്ട് ത്രൂ മേടിച്ചതാണ്. അതായത് ഈ 4 എണ്ണത്തിനും കൂടെ ഞാൻ ചിലവാക്കിയത് വെറും 1100 രൂപ. ഓക്കെ, വെറും 1100 രൂപയാണ്. ഇപ്പം നമ്മൾ അധിക കേസിലും ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് 1000 രൂപ കൊടുത്താലേ ഒരു ടോപ്പ് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഫ്ലിപ്കാർട്ട് ത്രൂ നമ്മൾ കുറേ ഇരുന്ന് തപ്പി നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റിയിലുള്ള ടോപ്പുകൾ കിട്ടും. പിന്നെ അധികം ആൾക്കാർക്കും ഈ പറയുന്ന ഓൺലൈൻ ത്രൂ വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അവർക്ക് ഒരു കൈൻഡ് ഓഫ് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നല്ല റിവ്യൂസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാം. പിന്നെ ഈ എല്ലാ ടോപ്പിൻ്റെയും ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങുക. മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ തന്നെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരുന്നു ബേസിക്കലി ഇന്നത്തെ വീഡിയോ. 4 ഡ്രസ്സ് എടുത്ത് 4 നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. പിന്നെ എനിക്കിതൊക്കെ കിട്ടിയത് ഓഫറിലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയി മേടിക്കുക. നല്ല അഫോർഡബിളാണ്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ടിലൊക്കെയാണ് കേട്ടോ കിട്ടിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പം അതൊക്കെയായിരുന്നു ബേസിക്കലി ഇന്നത്തെ വീഡിയോ. അപ്പം കുപ്പായൊക്കെ മേടിച്ചു ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചെന്ന് ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും പറയാനുള്ളൂ. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.